എല്ലാം കൂടെ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല. എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, പലപ്പോഴും വേദനിപ്പിച്ചിട്ടുള്ളത്, കണ്ണ് നനയിപ്പിച്ചിട്ടുള്ളത് ജില്ലാ ആശുപത്രിയിൽ പോകുമ്പോഴാണ്. കൊട്ടിഘോഷിക്കുന്ന എല്ലാ വികസനവും ജില്ലാ ആശുപത്രിയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും പട്ടിണി പാവങ്ങളായ ആളുകൾ അവിടെ ചികിത്സയ്ക്ക് വന്നിട്ട് ആവശ്യമായ ചികിത്സ കിട്ടാതെ എന്ന് പറഞ്ഞാൽ ആശുപത്രി അപഹസിക്കുകയല്ല, അത് പ്രത്യേകം ഓർക്കണം. ആശുപത്രിയിൽ ആരുടെയും കുറ്റമൊന്നും ഞാൻ പറയുന്നുമില്ല. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളുടെ കുറവുമുണ്ട്. കുറേ കെട്ടിടങ്ങൾ കെട്ടിയിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാകില്ല. ഒരു ഉദാഹരണം, കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഹൃദ്രോഗ വിദഗ്ധൻ പോലും പലപ്പോഴും അവിടെ ഇല്ല. ഓരോരുത്തർ പെട്ടെന്ന് നെഞ്ചുവേദനയായി വന്നാൽ വരുന്ന സ്പീഡിൽ തിരുവനന്തപുരത്തേക്ക് എഴുതി കൊടുക്കുക. പലപ്പോഴും റെഫറൽ ആശുപത്രിയായി അത് മാറുന്നു. അത് മാറ്റണം. വിദഗ്ധ ചികിത്സ പരമാവധി, ഇപ്പോൾ ഏറ്റവും വലിയ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ കഴിയില്ല. അത് വലിയ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് അടക്കമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണെന്ന് അറിയാം. പക്ഷേ ഒരുവിധം എല്ലാ രോഗത്തിനും ഇവിടെ തന്നെ ചികിത്സ ലഭ്യമാക്കുന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. സ്കാനിങ് മുഴുവൻ പുറത്തുനിന്ന്. നമ്മളിതൊക്കെ അറിയുന്നത് ആളുകൾ എന്തെങ്കിലും ചികിത്സയ്ക്ക് അവിടെ വരുമ്പം പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതുകൊണ്ട് വണ്ടിക്കൂലിക്കാണ് അവർ നമ്മളെ വിളിക്കുന്നത്. കാരണം ഒരു ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരത്ത് പോകാൻ പൈസ ഇല്ലാത്തവരാണ് നമ്മളെ വിളിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഓടി ചെല്ലുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സമഗ്രമായ മാറ്റത്തിൽ രോഗി സൗഹൃദ ആശുപത്രിയാക്കി, അടിസ്ഥാനം അതാണ്, ബാക്കിയൊക്കെ പിന്നീട് മാറ്റുന്നതിനാവശ്യമായ നടപടി തിങ്കളാഴ്ച തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ, വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പഠിച്ച് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ട് നിവേദനമായി ആദ്യത്തെ ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ട് ആദ്യം അത് നിവേദനം കൊടുക്കുകയും നിയോജകമണ്ഡലത്തിലെ ബാക്കി ആശുപത്രി CHC അടക്കമുള്ള ആശുപത്രികളുടെ ഉന്നമനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും. ഞാൻ അടക്കമുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രൈഡായിട്ടുള്ള ആശുപത്രിയാണ് വിമൻ ആൻഡ് ചൈൽഡ് ആശുപത്രി, നമ്മുടെ വിക്ടോറിയ ഹോസ്പിറ്റൽ. വിക്ടോറിയ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇലക്ട്രിസിറ്റി കിട്ടാത്ത സാഹചര്യം. കേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകുന്ന അവസ്ഥ. ഹൈ ടെൻഷൻ ലോവർ ടെൻഷനും ഉണ്ട്. ഒരു കെട്ടിടത്തിൽ മാത്രമേ ഹൈ ടെൻഷനുള്ളൂ. അപ്പോൾ അങ്ങനെ അടക്കമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് KSEBക്ക് കരാറ് കൊടുത്തിട്ട് സമയത്ത് എടുക്കാതെ വന്ന ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് റീടെൻഡർ ചെയ്തിരിക്കുക. അതിലിടപെട്ട് എത്രയും പെട്ടെന്ന് എനർജി സംബന്ധമായ, ഊർജ്ജ സംബന്ധമായ അവിടുത്തെ പ്രതിസന്ധി മാറ്റി അവിടെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകും. പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട് വിക്ടോറിയ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം. അതും ഉറപ്പുവരുത്തും. സാധാരണക്കാർ ചികിത്സയ്ക്ക് ഒരിക്കലും ബുദ്ധിമുട്ടാൻ ഇടവരാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലുള്ളത്. അതോടൊപ്പം തന്നെ DNB കോഴ്സ് ഇവിടെ വിക്ടോറിയയിൽ തുടങ്ങാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതിനും നിവേദനം കൊടുക്കുന്നുണ്ട്.